ബോസിനോട് ഇതിൻ്റെ നടക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കുളിച്ചോണ്ടടിക്കാം. കുളി നടക്കും, അടി നടക്കും. താല്പര്യമില്ലേ? വേണ്ട. ഒരു പ്രൊഡ്യൂസറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? നന്നായി അങ്ങോട്ട് മുരിഞ്ഞോട്ടെ, ഇല്ലേ ബോസ് മുരിക്കും. അതാ ഞാൻ പറഞ്ഞു. ഇതെന്താ ബോസേ, തിമിക്കലോ? ഇത് തിമിംഗലത്തിനെ വിഴുങ്ങുന്നേറ്റാ പ്രതാപവർമ്മ. ബോസിനെ നിർത്തി പൊരിക്കാൻ പോവുക അല്ല ബോസേ. പാവം വർമ്മ 3 പീസായി. പ്രതാപവർമ്മ ഇന്നൊരു പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ കാശില്ലാഞ്ഞിട്ടല്ല, അവൻ നമ്മുടെ കാശ് തരാനുള്ള പരിപാടിയില്ലെന്ന് മാത്രമല്ല, അവനും കമ്മീഷൻ കൂടി നമുക്കിട്ടൊരു മുട്ടം പണി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനറിയാം. എന്ത് പണി? ഓന്റെ അടുത്ത പടത്തിന്റെ ലൊക്കേഷനിൽ മാസിൽ എൻ്റർ ചെയ്യുന്നു, 2 പഞ്ച് ഡയലോഗ് ഡയറക്ടറിന് പൊക്കി കൊണ്ട് പോരുന്നു. ഇത് ഇവന്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. മുമ്പും പല ഫിനാൻഷ്യൽസിനെയും ഇവന്മാർ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാശ് ചോദിച്ചു വന്നപ്പോൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായി? നിങ്ങളുടെ കാശും പോയി, ഞാൻ കേസിലും പറഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ്. മകന്റെ തിരോധാനം. നിർമ്മാതാവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചു. പ്രശസ്ത നിർമ്മാതാവ് പ്രതാപവർമ്മയുടെ മകൻ ആദിത്യവർമ്മയെ കാണാനില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ പ്രതാപവർമ്മ പരാതി നൽകി. 3 വർഷമായിട്ട് അവൻ ഓസ്ട്രേലിയ പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവൻ നാട്ടിലേക്ക് വന്നത്. ഇന്നലെ രാവിലെ അവൻ പുറത്തോട്ട് പോയതാ. പിന്നെ ഈ നേരം വരെയും ഒരു വിവരമില്ല. സർ, ചെറുപ്പക്കാരനായ ഒരു പയ്യനെ രാത്രി കാണാതാവുമ്പോഴേക്കും ഇത്ര പേടി തോന്നാനുള്ള കാരണം, അതും ഒരു പോലീസ് കേസ് കൊടുക്കാൻ മാത്രം? ഒരു സിനിമയുടെ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും കുടുംബത്തിനും വധഭീഷണി ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ മോനെ അവൻ്റെ കൂട്ടുകാരനെയും കുറച്ചുപേര് ഒരു ഹോട്ടലിൽ വെച്ച് മർദ്ദിച്ചായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാവുന്ന സമയത്താണ് മോൻ മിസ്സിംഗ് ആവുന്നത്. കുറച്ച് പൈസ കൊടുക്കാനുള്ളതിൻ്റെ പേരിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കും എന്നായിരുന്നു അവരുടെ ഭീഷണി. അതുകൊണ്ടാണ് എൻ്റെ മോനെ കാണാതെ ഇപ്പോൾ ഒരു പേടി. വളരെ നാളുകൾക്ക് ശേഷം കൊച്ചിയിൽ വീണ്ടും ബ്ലേഡ് മാഫിയ തലപൊക്കിയിരിക്കുന്നു. ഇത്തവണ ഒരു സിനിമാ നിർമ്മാതാവാണ് അവരുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നത്. പണിക്കരെ, താൻ പറഞ്ഞ പണി വന്നു. ഇത് നമുക്കൊരു ഗപ്പിനുള്ള പണിയാണ്. നിങ്ങളിവിടെ നിൽക്ക, ഞാനൊന്ന് പോയി കറങ്ങിച്ചു വരാം. ഞാൻ വരണോ? വേണ്ട, ഇങ്ങോട്ട്. എന്തായാലും ഇത്തവണത്തെ നമ്മുടെ പൂട്ട് ഏറ്റു സാറേ. 2 ദിവസമായിട്ട് അവന്റെ ഒരു അനക്കവും ഇല്ല. ഇതിൽ നിന്നൊന്ന് ഊരണമെങ്കിൽ അവൻ കുറച്ച് വേർക്കും. എടോ, താൻ അമേരിക്കന്ന് കൊണ്ടുവന്ന പച്ചക്കുപ്പി എന്തേ? ഓ, അത് അവിടെ എവിടെയും ഉണ്ടാവും, നോക്ക്. അവൻ ഇതുകൊണ്ടൊന്നും പേടിച്ചോടുന്ന ജാതിയല്ല. പൂട്ടുന്നെങ്കിൽ അവന്റെ മാളത്തിൽ കയറി തന്നെ പൂട്ടണം. പൂട്ടും. ആറിയുടെ മോൻ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇവൻ എവിടെ പോയി കിടക്കുക? നാറിയുടെ മോൻ, അത് കറക്റ്റാ. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വല്ല അറാമ്പറപ്പും കാണിക്കാൻ പോയിട്ടുണ്ടാവും. എൻ്റെ അല്ലേ മോൻ? ഇയാള്. നീ ആദ്യത്തിനൊരു മെസ്സേജ് ഇട്ടേക്ക്. അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞു. ഐസക്, അവന്റെ വീട്ടിൽ കയറി മൊത്തം തപ്പി സാർ. അവൻ ആ വേലക്കാരി തള്ളയിട്ട് മുങ്ങിയെന്ന് തോന്നുന്നു. ഇന്നലെ തൊട്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാർ. കടവന്തറയാണ് ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ സാർ. പപ്പാ, എന്താണ് ഇത് സാറിന്റെ ഓഫീസല്ലേ? ടിക്ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, വെയിറ്റിംഗ് ഫോർ കമ്മീഷണർ സാർ. എന്താടോ? സാർ, ഈ സാർ AC-യുടെ റിമോട്ട് ചോദിച്ചിരുന്നു. സാറ് വരുമ്പോൾ നല്ല ചൂടായിരിക്കുമെന്ന് അറിയായിരുന്നു. അപ്പോഴേക്കും രംഗം ഒന്ന് തണുപ്പിച്ചിടാവെന്ന് കരുതി AC റിമോട്ട് ചോദിച്ചതാ. അതിനുമ്പ് സാർ ഇങ്ങടെ എത്തി. ആ പോ സാർ. അപ്പൊ പിന്നെ എന്താ സാർ, പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു എന്നാണോ അതോ വന്ന് കീഴടങ്ങിയെന്നാണോ? എന്തായിരിക്കും നാളത്തെ ന്യൂസ്? ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടും എന്റെ മുമ്പിൽ വന്നിരുന്ന് ഈ ഷോ കാണിക്കാനുള്ള നിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. പോലീസുകാരോട് കളിച്ചാലുള്ള സുഖം എന്താണെന്ന് നീ അറിയും. നീ ഭാര്യ മക്കളും കാണൂല. സോറി സാർ, മാരീഡ് അല്ല, സിംഗിളാ. ആണോ? എന്തായാലും നിന്നെ നെകളിപ്പ് നാളെ പകലോടുകൂടി ഞാൻ അങ്ങ് തീർക്കും. അമ്പടി ജിഞ്ചിനാക്കടി.
സാറ് പറഞ്ഞ ഡയലോഗും ഞാനൊരു കൗണ്ടർ പഞ്ച് ഡയലോഗ് പറഞ്ഞ് അതിന്റെ പേരിൽ സാറിന് എന്റെ മേലെ കയറി പൊങ്കാലയിടാനല്ലേ? അത് വേണ്ട സാറേ. ഇവനെ പൊക്കിയവരും പ്രസിനെ വിളിച്ചറിയിച്ചേക്ക്. സാർ. ഷൈലോക്ക് എന്നറിയപ്പെടുന്ന ബ്ലേഡ് മാഫിയ തലവൻ ബോസ് അറസ്റ്റിൽ. ബോസിന്റെ അറസ്റ്റ് സിനിമയ്ക്കുള്ളിലെ ബ്ലേഡ് പലിശക്കാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശും. ആലുവ പോലീസ് ക്ലബിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി എത്തിച്ചിരിക്കുന്നു. പ്രതി കുറ്റം സംഭവിച്ചോ സാർ? മിസ്സിംഗ് ആയ ആദിത്യ വർമ്മയെ കുറിച്ച് വല്ല അറിവും കിട്ടിയോ? ഒന്നും പറയാറായിട്ടില്ല. ചോദ്യം ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. ഈ അറസ്റ്റോട് കൂടി ബോസിനെതിരെ കൂടുതൽ ഇതേത് ഫോട്ടോ? നിർമ്മാതാ തലവൻ ബോസ് പോലീസ് പിടിയിലായതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ബോസ് അറസ്റ്റ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സാറായിരുന്നു. വാ സാറേ വാ. എനിക്ക് പ്ലീസ് സിറ്റ് ഡൗൺ. പറയൂനെ കുപ്പിവള കില കില കിലങ്ങണല്ല നിർത്ത മാട്ടേനെ നീ എന്നാ പണ്ണുവേ നീ എന്നാ. നീ ന്യൂസ് കണ്ടില്ലേ? ഈ മുറിയുടെ തൊട്ട് പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും ടി വിയിലൂടെ കാണേണ്ടി വരിക എന്ന് പറയുന്ന അവസ്ഥ ഭീകരമാണല്ലേ ബോസേ? നീ അതൊന്ന് അറിഞ്ഞോട്ടെന്ന് കയറി തന്നെ നിനക്ക് ടി വി വെച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. ആണോ? ഈ കെണിയിലേക്ക് നീയായിട്ട് വന്ന് കയറിയത്. ഇനി ഇവിടെ നിന്ന് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അതോ നീ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ നിന്റെ സിനിമാറ്റിക് ഗിമ്മിക്ക് വെച്ച് ആ വിലങ്ങ് എന്റെ കയ്യിലേക്ക് ഇട്ടിട്ട് നീ ഇവിടുന്ന് വാനിഷ് ആവൂ? ഈ വിജയൊക്കെ ചെയ്യുന്നത് പോലെ? വിജയല്ല സാർ, വിജയ് സേതുപതി. ഒരു കഥ സൊല്ലട്ടുമാ സാർ? വൺസ് അപ്പോൺ എ ടൈം there was a കള്ളൻ ആൻഡ് എ പോലീസ്. കള്ളൻ ഒളിക്കാൻ വേണ്ടി പോലീസ് കണ്ണടച്ച് 10 വരെ എണ്ണും. 10 വരെ എണ്ണുന്നതിനുള്ളിൽ കള്ളൻ ഒളിച്ചിരിക്കണം. ഒളിച്ചില്ലെങ്കിൽ പോലീസ് പൊക്കും. ഇവിടെ കണ്ണടച്ച് പോലീസ് എണ്ണുമ്പം കള്ളൻ മുമ്പിലുണ്ട്. എണ്ണിക്കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴും കള്ളൻ അതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ കണ്ണടച്ച് എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് കള്ളൻ എന്തെല്ലാം കളി കളിച്ചു എന്ന് പോലീസുകാരന് വല്ല വിവരമുണ്ടോ? എന്നിട്ടും പോലീസുകാരൻ പറയും ഞാൻ കള്ളനെ പിടിച്ചേന്ന്. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? ആ ടി വി ഒന്ന് ഓണാക്ക് സാറേ. പോലീസ് കണ്ണടച്ചിരുന്ന സമയത്ത് കള്ളൻ ചെയ്തതെന്താണെന്നറിയാമല്ലോ. കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആദിത്യ വർമ്മ അതേ കേസ് അന്വേഷിക്കുന്ന കമ്മീഷണർ ഫെലിക്സ് ജോണിന്റെ മകളുമായി ഈ കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ ഒരു റിസോർട്ടിൽ ഹോളി ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ വലിയ വിവാദങ്ങളിലേക്കാണ് ഈ ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എനിക്ക് ഇവിടെ മാത്രമല്ല സാറേ പിടി, അങ്ങ് നാഗ്പൂരിലുണ്ട് പിടി. എന്നാ പിടി. സർ, യെസ് സർ. ഓക്കെ സർ, ഐ ഡു ഇറ്റ്. തെളിയിക്കുന്നത് ഇതിലെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? എന്ത് ഗൂഢാലോചന? ഈ കേസ് അന്വേഷിക്കുന്ന കമ്മീഷണർ മോളുടെ കൂടി അവൻ ഒളിച്ചോടി പോയത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. അപ്പൊ പോട്ടെ സാറേ, കിട്ടിയ ചവിട്ടും കൊണ്ട് വീട് പിടിക്കാൻ നോക്കട്ടെ. വലിയ ഉപകാരം. ആ പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റിക് ബുൾഷിറ്റ് അത് ഈ പരിപാടി തീരുന്നവരെ കാണും സാറേ. സുല സർ, 2 ദിവസത്തെ കുറ്റാന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ താങ്കളുടെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ താങ്കളുടെ പ്രതികരണം? പൈസ ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിംഗ് നിന്നു പോകുമെന്ന് പറഞ്ഞ് പ്രഥമൻ സാറ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു എന്നുള്ളത് നേരെ. പൈസ തരാൻ 2-3 ആഴ്ച വൈകിയപ്പോൾ ഞാൻ ചെന്ന് 2-3 പ്രാവശ്യം ചോദിച്ചെന്നുള്ളതും സത്യമാണ്. അതിന് ഞാൻ വർമ്മ സാറിന്റെ മകനെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും അതിന് പറ്റുകയല്ലോ സാറേ. നിങ്ങളെ പോലീസ് ഉപദ്രവിച്ചോ? എന്റെ പൈസ പോയി,
ഇപ്പൊ നാട്ടുകാരുടെ മുമ്പ് ഞാൻ തട്ടിപ്പുകാരനും ബ്ലേഡ് മാഫിയക്കാരനുമായി. 2 ദിവസം ഇതിനകത്ത് കടന്ന് ഇവരുടെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടപ്പോ എനിക്കിപ്പോ എല്ലാത്തിനും പേടിയാ സാർ. നിങ്ങളെയും എല്ലാത്തിനെയും പേടിയാ. വാടാ മക്കളെ, ആ വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുതന്ന ആ നല്ല മനുഷ്യനോടും അത് TV കാണിച്ച നിങ്ങളോടും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും മറക്കുകയല്ല. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി, അയില്ല സാ പോയി തുറക്ക.